ഹലോ ഗൈസ്, ഈ ലഡു ഉണ്ടാക്കലൊക്കെ ഒരു മലമറിക്കുന്ന പണിയേനി ഞാൻ കരുതിയത്. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ഇത് ഇത്ര സിമ്പിളേനി എന്നുള്ളത് മനസ്സിലായത്. പിന്നെ എന്തിനേനിപ്പോൾ നമ്മളിതൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയത്? ഒരു പണിയില്ല വെച്ചാൽ ഒരു പണിയില്ല. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് കടലപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരിത്തിരി സോഡപ്പൊടി, അതായത് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മാവാക്കി എടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഫുഡ് കളർ ഇട്ട് കൊടുക്കുക. കളർ താല്പര്യമില്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. പിന്നെ മഞ്ഞ കളർ വേണ്ട, ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നത് കേട്ടോ. വീട്ടിൽ ഫുഡ് കളർ ഉണ്ടെങ്കിലും കൂടിയിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ വലിയൊരു താല്പര്യം തോന്നലില്ല. പിന്നെ ഉണ്ടാക്കണ ലഡു ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമല്ലോ. സ്കൂൾ വിട്ട് വരുന്ന ഇക്കക്കും ഹവ്വക്കും ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ആഡ് ചെയ്തത്. അങ്ങനെ ഏതായാലും സംഭവമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ. അങ്ങനെ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഡാൽഡ അല്ലെങ്കിൽ നെയ്യോ ആണ് യൂസ് ചെയ്യേണ്ടത്. സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയിലൊന്നും യൂസ് ചെയ്താൽ ആ ഒരു ലഡു ഇങ്ങോട്ട് ആയി വരൂല കേട്ടോ. ഞാനിവിടെ ഡാൽഡ വനസ്പതിൻ്റെതാ ഈ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയൊരു പാക്കറ്റേനി. ഇത് പൊട്ടിച്ചിട്ട് കുറേ നെയ്യൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ അപ്പച്ചട്ടിയിൽ ഇട്ടുങ്ങാണ്ട് ചെയ്താൽ മതി. നമ്മൾ വലിയ പാത്രം എടുക്കുമ്പോഴാണല്ലോ കുറേ എണ്ണ വേണ്ടി വരിക. അങ്ങനെ അതാ 1-2 തവണ ഒക്കെ ആയിട്ട് പൊരിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഈ ഡാൽഡ ഉരുകി വന്നതിലേക്ക് മാവ് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതങ്ങനെ വറുത്ത് കോരിയെടുക്കാം. എൻ്റെയൊക്കെ വിചാരേ ലഡു ഉണ്ടാക്കാൻ പൂഞ്ചി കൊണ്ടാണ് ലഡു ഉണ്ടാക്കാൻ. പൂഞ്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ ഈ അപ്പക്കോരിയിലേക്ക് ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കുമ്പം എണ്ണയിലേക്ക് വീകുമ്പോൾ ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീഴുമ്പോൾ അതിനെ പൂഞ്ചി എന്ന് പറയില്ലേ? അപ്പം പണ്ടൊക്കെ പൂഞ്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പലഹാരേനി. അങ്ങനെ പൂഞ്ചി ഇങ്ങനെ ഉരുട്ടിയാണ് ലഡു ആക്കണം എന്നാണ് എൻ്റെ ധാരണ. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുക ഇത്ര എളുപ്പമായിട്ട് ഇനി ആർക്കും ലഡു ഉണ്ടാക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതിങ്ങനെ പൊരിച്ചെടുക്കുമ്പം വള്ളിയും പുള്ളിയൊക്കെ ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ട് മാവ്. പക്ഷേ ഇതൊന്നും പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നില്ല എന്നുള്ള സത്യം. വേറെ ഒന്നുമല്ല, ഞാൻ തന്നെ ഇങ്ങനെ പെറുക്കി തിന്നാം. നിങ്ങൾക്കുണ്ടോ കുക്കിങ്ങിനിടയിൽ ഇങ്ങനെ പെറുക്കി തിന്നുന്ന സ്വഭാവം? ചിലർ പറയും ഇങ്ങനെ പെറുക്കി തിന്നുന്ന വലിയ നല്ല സ്വഭാവമല്ല എന്നൊക്കെ. പക്ഷേ ഞാനിങ്ങനെയാണ്. കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഇതേപോലെ ഒക്കെ എടുത്ത് തിന്നും. മീൻ വറുക്കുകയാണെങ്കിലും നുള്ളി തിന്നൂല. പക്ഷേ ചിക്കൻ ആണെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പൊരിക്കുകയാണെങ്കിലൊക്കെ ആദ്യം തിന്നുന്ന ആൾ ഞാൻ തന്നെ ആവും. അതൊരു രസമാണല്ലോ. ആസ്വദിച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് ഇതേപോലെയൊക്കെ എടുത്ത് കഴിക്കുക. നമ്മൾ ഹർബറിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊന്നും നമ്മൾ കഴിക്കൂല. അങ്ങനെ ഏതായാലും ഇതാ മാവ് കംപ്ലീറ്റ് ഇതേപോലെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കോരി വെച്ചപ്പോൾ ഇതിൻ്റെ വള്ളിയും പുള്ളിയൊന്നും ഇപ്പോൾ ഇതിൽ കാണാനില്ല. അങ്ങനെ ഏതായാലും ഈ പൊരിച്ചതൊക്കെ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ആ സമയം നമുക്ക് വേറെ പരിപാടി നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാരയും അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒറ്റ നൂൽ പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. എല്ലാ പഞ്ചസാരയും ഒന്ന് മെൽറ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ അതൊന്ന് ഉരുകി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഈ മാവിൻ്റെ ചൂട് കുറച്ചൊന്ന് തണുത്തണം കേട്ടോ. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ടിങ്ങാണ്ട് 2 ട്രിപ്പായിട്ടാണ് ഞാനതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഉരുക്കാൻ വെച്ച പഞ്ചസാരൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അലിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു നുള്ളി ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ പഞ്ചസാര കംപ്ലീറ്റ് ഉരുക്കി വരുമ്പം നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊരിച്ച സംഭവം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഈ സമയം നിങ്ങൾക്ക് നനവ് പോരായി തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഇട്ടിച്ച് വേണമെങ്കിൽ കൊടുക്കുക. പക്ഷെ ഉണ്ടാവില്ല, കാരണം നമ്മൾ ഈ അളവ് കൃത്യമാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കട്ടോ. ഇനിയാണ് നമ്മൾക്ക് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഈ ചൂടോടി കൂടി തന്നെ ആരും ഉരുട്ടി ലഡുവാക്കിയിട്ട് കൈയൊന്നും പൊള്ളിക്കാൻ നിൽക്കണ്ട കേട്ടോ. കുറച്ചൊന്ന് ചൂടാറിയിട്ട് ചെറിയൊരു ചൂടിൽ ഇത് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ തന്നെ സംഭവം നല്ല ഉഷാറാവും. അങ്ങനെ ഞാനതാ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഉരുട്ടി ഈ സമയത്ത് നമുക്കൊരു ഉണക്കമുന്തിരിയും കൂടി വെച്ച് കൊടുത്തിട്ട് ഉരുട്ടി സാധാരണ ഒരു ലഡു ആക്കി മാറ്റാം. ഇപ്പം എങ്ങനെ സംഭവം പൊളിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇതിലും എളുപ്പമായിട്ട് ലഡു ഉണ്ടാക്കാൻ പറ്റില്ല. കഴിക്കാനും തന്നെ എക്സാക്റ്റ് ലഡു. ഇനി എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒരുപടി മുന്നിലേനിന്ന് വേണമെങ്കിൽ പറയാം. ഏലക്കായൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടണോണ്ടേ വാങ്ങണ ലഡു ആ ഒരു ടേസ്റ്റൊന്നും അറിയൂലല്ലോ. അപ്പോൾ അതാ സംഭവം പൊളിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് പിന്നെ കാണാം.